ഇന്ന് നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയം നിങ്ങളെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ചിന്തകളിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെന്ന്. ഹെറഫൻറ്റ്, ഏസ് ഓഫ് കോയിൻസ്, ടു ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് ദ മൂൺ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അവരിൽ നിന്ന് പലപ്പോഴും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അഡ്വൈസസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും വളരെയധികം മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഒരുപക്ഷെ ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം മെച്യൂരിറ്റി ഫീൽ ചെയ്യിക്കുന്ന ഒരു പേഴ്സണാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊരു സോൾമേറ്റ് ലെവൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് അകന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് അവർ ഡീപ്പായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക.